ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഊർജ്ജസ്വലമായ ഒരു ഗാനമേള ട്രൂപ്പിനെയാണ്. അവിടെ ഗിത്താറിൽ മായാജാലം തീർക്കുന്ന നമ്മുടെ നായകനായ പ്രബേന്ദുവിനെ നമുക്ക് പരിചയപ്പെടാം. സംഗീതത്തെ ജീവശ്വാസമായി കാണുന്ന പ്രബേന്ദുവിനും സംഘത്തിനും അപ്രതീക്ഷിതമായി യൂറോപ്പിലേക്ക് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുന്നു. ട്രൂപ്പിലെ 15 പേരിൽ 14 പേരുടെയും വിസയും പേപ്പർ വർക്കുകളുമെല്ലാം കൃത്യമായി നടന്നെങ്കിലും പ്രബേന്ദുവിന് വിസ മാത്രം വന്നില്ല. വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം കുടുംബവുമായി അകന്ന് ഒരു അപ്പാർട്ട്മെന്റിൽ തനിച്ചു താമസിക്കുകയായിരുന്നു പ്രബേന്ദു. ട്രൂപ്പ് പോയിക്കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞ് അവർ മടങ്ങിയെത്തുന്നത് വരെ വെറുതെ വാടക നൽകേണ്ട എന്ന് കരുതി പ്രബേന്ദു ആ അപ്പാർട്ട്മെന്റിൽ ഒഴിയാൻ തീരുമാനിക്കുന്നു. ഇത് മനസ്സിലാക്കിയ മാനേജർ അവന്റെ വിസ വരാത്ത കാര്യം വിഷമത്തോടെ അവനെ അറിയിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ പ്രബേന്ദുവിനോട് പറയുന്നു, നിന്റെ അച്ഛന്റെ സപ്തതി ആഘോഷങ്ങൾ നടക്കുകയല്ലേ, ഈ 2 മാസം നീ നാട്ടിൽ പോയി നിൽക്ക്, പഴയ പിണക്കമെല്ലാം മറന്ന് അച്ഛനോടൊപ്പം സമയം ചിലവഴിക്ക്. മാനേജറുടെ വാക്കുകൾ കേട്ട് പ്രബേന്ദു തന്റെ നാട്ടിലേക്ക് മടങ്ങുന്നു. നല്ല തറവാടിത്തമുള്ള സാമ്പത്തികമായി ഉന്നതിയിലുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് പ്രബേന്ദു ജനിച്ചത്. അച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരി നാട്ടുകാർക്ക് ആദരണീയനും ശബരിമലയിൽ വരെ പൂജ നടത്തിയിട്ടുള്ള പ്രഗത്ഭനുമാണ്. പ്രബേന്ദുവിന്റെ ജ്യേഷ്ഠൻ ദീപാംബുരൻ നമ്പൂതിരിയും VIP പൂജകളുമായി എപ്പോഴും തിരക്കിലാണ്. പണത്തിന് യാതൊരു കുറവുമില്ലാത്ത ഈ കുടുംബത്തിൽ പ്രബേന്ദുവിന് ഗാനമേളയ്ക്ക് പോയി ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനാണ് പ്രബേന്ദു ആഗ്രഹിച്ചത്. അതിലുപരി അവൻ ഒരു അടിയുറച്ച നിരീശ്വരവാദിയായിരുന്നു. അച്ഛന്റെയും ജ്യേഷ്ഠന്റെയും പൂജാകർമ്മങ്ങളോ വിശ്വാസങ്ങളോ അവന് സ്വീകാര്യമായിരുന്നില്ല. ഈ തർക്കമാണ് അച്ഛനും മകനും തമ്മിലുള്ള വലിയ അകൽച്ചയ്ക്ക് കാരണമായതും അവൻ വീടുവിട്ടിറങ്ങിയതും. വർഷങ്ങൾക്ക് ശേഷം വീട്ടിലെത്തിയ പ്രബേന്ദു കാണുന്നത് സപ്തതി ആഘോഷങ്ങളുടെ ബഹളമാണ്. പ്രമുഖരും മന്ത്രിമാരുമെല്ലാം അച്ഛനെ കാണാൻ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് വീടിന്റെ പിൻവാതിലിലൂടെ അകത്തേക്ക് കയറുന്ന പ്രബേന്ദു അവിടെ തന്റെ പ്രിയപ്പെട്ട നാക്കുടിയായ അപ്പുവിനെ കാണുന്നു. മരിച്ചുപോയ അമ്മയുടെ ഓർമ്മക്കായി അവൻ നെഞ്ചോട് ചേർക്കുന്ന ഒരേയൊരു ജീവിയാണത്. വീട്ടിൽ പ്രബേന്ദുവിന് ആകെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നത് തന്റെ വല്യച്ഛനോട് മാത്രമാണ്. ഒരു സുഹൃത്തിനെയെന്ന പോലെ വല്യച്ഛൻ അവനെ ചേർത്തുപിടിക്കുന്നുണ്ടെങ്കിലും അച്ഛനും മകനും തമ്മിൽ ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. നാട്ടിൽ പ്രബേന്ദുവിനുള്ള ഏക സുഹൃത്ത് രൂപേഷ് എന്ന പൂജാരിയാണ്. തനിക്ക് 2 മാസത്തേക്ക് എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് പ്രബേന്ദു രൂപേഷിനോട് ആവശ്യപ്പെടുന്നു. അച്ഛനോട് പണം ചോദിക്കാൻ അഭിമാനം അവനെ അനുവദിക്കുന്നില്ല. ഈ സമയം രൂപേഷിന്റെ മനസ്സിൽ ഒരു ബുദ്ധി തെളിയുന്നു. തന്റെ കൂടെയുള്ള സഹായിയെ ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് പ്രബേന്ദുവിനെ കൊണ്ടുവരാൻ അവൻ തീരുമാനിക്കുന്നു. എന്നാൽ നിരീശ്വരവാദിയായ പ്രബേന്ദു ആദ്യം അതിന് തയ്യാറായില്ല. നീ എന്റെ കൂടെ വെറുതെ വന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന രൂപേഷിന്റെ ഉറപ്പിലാണ് ഒടുവിൽ അവൻ സമ്മതിക്കുന്നത്. സത്യത്തിൽ 21 വയസ്സുവരെ പ്രബേന്ദു വലിയ ഭക്തനായിരുന്നു. പൂണൂൽ ധരിച്ച് പൂജകളുമായി നടന്നവനായിരുന്നു അവൻ. എന്നാൽ അവന്റെ ജീവിതത്തെ തകർത്തുകളഞ്ഞ ഒരു ദുരന്തത്തിന് ശേഷമാണ് അവൻ ദൈവവിശ്വാസം ഉപേക്ഷിച്ചതും പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞ് ഗിറ്റാറുമായി നാടുവിട്ടതും. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം മകൻ വീണ്ടും പൂണൂൽ ധരിച്ച് പരികർമ്മിയായി വരുന്നത് കണ്ടപ്പോൾ നീലകണ്ഠൻ നമ്പൂതിരിയുടെ ഉള്ളിൽ അറിയാതെ ഒരു സന്തോഷം നിറയുന്നു. രൂപേഷും പ്രബേന്ദുവും ചേർന്ന് ചെറിയ പൂജകളുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഒരു അപകടത്തിൽപ്പെട്ട് രൂപേഷിന് പരിക്കേൽക്കുന്നത്. കിടപ്പിലായ രൂപേഷ് താൻ ഏറ്റെടുത്ത പൂജകൾ മുടങ്ങുമെന്നായപ്പോൾ അത് പ്രബേന്ദുവിനോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പൂജയുടെ ചിട്ടവട്ടങ്ങൾ ഒന്നും അറിയില്ലെന്ന് പ്രബേന്ദു പറഞ്ഞെങ്കിലും ലാഭത്തിന്റെ 60% തനിക്ക് വേണമെന്ന നിബന്ധനയിൽ പ്രബേന്ദു ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇതിനിടയിൽ പ്രബേന്ദു ഗിത്താർ വായിക്കുന്ന ഒരു വീഡിയോ അവന് സുഹൃത്ത് അയച്ചു കൊടുത്തതുവഴി ബോളിവുഡ് മ്യൂസിക് ഡയറക്ടറായ വിരാജ് അവനെ തന്റെ പുതിയ പ്രോജക്റ്റിലേക്ക് ക്ഷണിക്കുന്നു. തന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നതിന്റെ ആവേശത്തിലായിരുന്നു പ്രബേന്ദു. അപ്പോഴാണ് പാലക്കാട്ടുള്ള ഒരു പ്രശസ്ത അഡ്വക്കേറ്റിന്റെ മകനെ ബാധിച്ച പ്രേതബാധ ഒഴിപ്പിക്കാനുള്ള പൂജ രൂപേഷിനെ തേടിയെത്തുന്നത്. രൂപേഷിന് പോകാൻ കഴിയാത്തതുകൊണ്ട് പ്രബേന്ദു അവിടെ എത്തുന്നു. അഡ്വക്കേറ്റിന്റെ മകൻ അവിനാശ് ആരോടും മിണ്ടാതെ ഭക്ഷണം കഴിക്കാതെ തന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞ് ഭയന്നു വിറച്ചു കഴിയുകയാണ്. വക്കീലിന് ഇതിലൊന്നും വിശ്വാസമില്ലെങ്കിലും ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് പൂജയ്ക്ക് സമ്മതിച്ചത്. ഒന്നും അറിയാത്ത പ്രബേന്ദു രൂപേഷ് പറഞ്ഞുകൊടുത്തതുപോലെ കുറച്ച് പൂവും പുകയും തീയും ഒക്കെ ഉപയോഗിച്ച് 10 മിനിറ്റ് നേരം അവിടെ ഒരു പ്രകടനം നടത്തുന്നു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ആ പയ്യൻ സാധാരണ നിലയിലാവുകയും ആർത്തിയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. താൻ ഒന്നും ചെയ്തില്ലെന്ന് പ്രബേന്ദുവിന് അറിയാമെങ്കിലും ആ വീട്ടുകാർക്ക് അവൻ ഒരു അദ്ഭുത മനുഷ്യനായി മാറി. എന്നാൽ ഈ സന്തോഷത്തിനിടയിലേക്ക് വില്ലനായി രൂപേഷിന്റെ പഴയ സഹായി ശ്രീകുട്ടനെത്തുന്നു. പ്രബേന്ദു ഒരു നുണയനാണെന്നും പൂജയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഇവൻ കാശിനുവേണ്ടി നാടകം കളിക്കുകയാണെന്നും തറവാട്ടിലും നാട്ടിലും അറിയിക്കുമെന്ന് ശ്രീകുട്ടൻ ഭീഷണിപ്പെടുത്തുന്നു. തന്റെ കരിയറും അഭിമാനവും തകരുമെന്ന അവസ്ഥയിൽ പ്രബേന്ദു നിൽക്കുമ്പോൾ തന്നെ വീണ്ടും സഹായിയായി കൂട്ടണമെന്ന കടുത്ത നിബന്ധനയുമായാണ് ശ്രീകുട്ടൻ അവിടെ നിന്നും മടങ്ങുന്നത്. ശ്രീകുട്ടന്റെ ഭീഷണിക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു പ്രബേന്ദു. എന്നാൽ വിധി കാത്തുവെച്ചത് മറ്റൊരു ട്വിസ്റ്റായിരുന്നു. അവിടെ നിന്നും സ്കൂട്ടിയിൽ വേഗത്തിൽ പാഞ്ഞുപോയ ശ്രീകുട്ടന്റെ വണ്ടി നിയന്ത്രണം വിട്ട് റോഡരികിലെ ഒരു കടയിലേക്ക് ഇടിച്ചു കയറുന്നു. വലിയൊരു ശബ്ദം കേട്ട് ഓടിച്ചെന്ന പ്രബേന്ദു കാണുന്നത് വണ്ടിയിൽ നിന്നും വീണു കിടക്കുന്ന ശ്രീകുട്ടനെയാണ്. അപകടത്തിന്റെ നടുക്കത്തോടെ പ്രബേന്ദു നേരെ വീട്ടിലേക്ക് മടങ്ങുന്നു.
എന്നാൽ വീട്ടിലെത്തിയ അവനെ കാത്തിരുന്നത് അതിലും വലിയൊരു അമ്പരപ്പായിരുന്നു. അവന്റെ പേരിൽ ഒരു കൊറിയർ വന്നിരിക്കുന്നു. പാക്കറ്റ് തുറന്നു നോക്കിയ പ്രഭേന്ദു ഞെട്ടിപ്പോയി. അതിനുള്ളിൽ ഒരു സ്ത്രീകളുടെ കുർത്തിയായിരുന്നു. താൻ ഓർഡർ ചെയ്യാത്ത ഈ സാധനം എങ്ങനെ വന്നു എന്ന് പരിശോധിച്ചപ്പോൾ അവന്റെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് അത് വാങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലായി. അത്രയുമായപ്പോഴേക്കും പ്രഭേന്ദുവിന്റെ ഫോണിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. താൻ ഇൻസ്റ്റാൾ ചെയ്യാത്ത പല ആപ്പുകളും ഫോണിലുണ്ട്. പോരാത്തതിന് അവന്റെ വാട്സാപ്പ് DP വരെ മാറിയിരിക്കുന്നു. ഇതൊന്നും താനല്ല ചെയ്യുന്നത് എന്ന് ഉറപ്പുള്ള പ്രഭേന്ദു വല്ലാത്തൊരു പരിഭ്രമത്തോടെ ഈ കാര്യങ്ങൾ തന്റെ വല്യച്ഛനോട് പങ്കുവെക്കുന്നു. അന്ന് രാത്രി പേടിയോടെ ഉറങ്ങാൻ കിടന്ന പ്രഭേന്ദു മുറിയിൽ എന്തോ ശബ്ദം കേട്ടാണ് ഉണരുന്നത്. ഇരുട്ടിൽ തന്റെ മൊബൈൽ ഫോണിന്റെ വെട്ടം കണ്ട് സൂക്ഷിച്ചു നോക്കിയ അവൻ അക്ഷരാർത്ഥത്തിൽ മരവിച്ചുപോയി. തന്റെ ബെഡിലിരുന്ന് ഒരു പെൺകുട്ടി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. പ്രഭേന്ദുവിനെ കണ്ടതും അവളും പേടിച്ചതുപോലെ പെരുമാറി. ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി നിമിഷനേരം കൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷയായി. പേടിച്ച് വിറച്ച പ്രഭേന്ദു ഓടിപ്പോയി വല്യച്ഛന്റെ മുറിയിലാണ് അന്ന് രാത്രി കഴിച്ചുകൂടിയത്. അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ ഇതെല്ലാം തന്റെ വെറും തോന്നലായിരിക്കുമെന്ന് അവൻ സ്വയം ആശ്വസിപ്പിച്ചു. എന്നാൽ ധൈര്യം സംഭരിച്ച് സ്വന്തം മുറിയിലേക്ക് ചെന്ന പ്രഭേന്ദു കണ്ടത് അതേ പെൺകുട്ടി വീണ്ടും അവിടെയിരുന്ന് ഫോണിൽ നോക്കുന്നതാണ്. ഒടുവിൽ ധൈര്യം സംഭരിച്ച് പ്രഭേന്ദു അവളോട് സംസാരിക്കുന്നു. അവളുടെ വാക്കുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി. പാലക്കാട്ടെ വക്കീലിന്റെ മകന്റെ കൂടെയുണ്ടായിരുന്ന അതേ പ്രേതാത്മാവാണ് ഇപ്പോൾ പ്രഭേന്ദുവിനെ പിന്തുടർന്ന് വന്നിരിക്കുന്നത്. ഭയം സഹിക്കാനാവാതെ പ്രഭേന്ദു ആ പയ്യനെ ചികിത്സിച്ച സൈക്യാട്രിസ്റ്റിനെ ചെന്ന് കാണുന്നു. കാര്യങ്ങളെല്ലാം കേട്ട ഡോക്ടർ ഒരു പരിഹാസത്തോടെ ചോദിച്ചു, താനൊരു പൂജാരിയുടെ അസിസ്റ്റന്റ് അല്ലേ? ഒരു പൂജ ചെയ്ത് ആ പ്രേതത്തെ അമ്മ ഓടിച്ചുകൂടെ എന്ന്. അപ്പോഴാണ് പ്രഭേന്ദു താൻ നിരീശ്വരവാദിയാകാനുള്ള ആ കരളലിയിക്കുന്ന കാരണം ഡോക്ടറോട് തുറന്നു പറയുന്നത്. പ്രഭേന്ദുവിന് 21 വയസ്സുള്ളപ്പോൾ അച്ഛനും ജ്യേഷ്ഠനും പൂജക്കായി ഡൽഹിയിൽ പോയ ഒരു ദിവസം വീടിനോട് ചേർന്നുള്ള അമ്പലത്തിൽ അവൻ പൂജ നടത്തുകയായിരുന്നു. ആ സമയത്ത് അമ്മ അവനെ ദയനീയമായി വിളിക്കുന്നുണ്ടായിരുന്നു. പൂജ കഴിഞ്ഞിട്ട് ചെല്ലാം എന്ന് കരുതിയ പ്രഭേന്ദു അല്പം വൈകിയാണ് മുറിയിലെത്തിയത്. അപ്പോഴേക്കും അമ്മ മരണപ്പെട്ടിരുന്നു. താൻ ദൈവത്തെ പൂജിച്ചുകൊണ്ടിരുന്ന ആ നിമിഷം തന്റെ അമ്മ മരിക്കുമ്പോൾ ആ ദൈവം എവിടെയായിരുന്നു എന്ന പ്രഭേന്ദുവിന്റെ ചോദ്യത്തിന് മുന്നിൽ ഡോക്ടർ നിശബ്ദനായി. പ്രഭേന്ദുവിന് വേണ്ടത് നല്ല ഉറക്കമാണെന്ന് പറഞ്ഞ് ഡോക്ടർ കുറച്ച് ഉറക്കഗുളികകൾ നൽകി അവനെ മടക്കി അയച്ചു. വീട്ടിലെത്തി ഗുളിക കഴിച്ച് സമാധാനത്തോടെ ഉറങ്ങിയ പ്രഭേന്ദു കണ്ണുതുറക്കുമ്പോൾ കാണുന്നത് വീണ്ടും അതേ പെൺകുട്ടിയെയാണ്. ഇത്തവണ അവൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു, നീ ആരാണ്? ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒരു ആത്മാവാണെന്ന് എനിക്കറിയാം എന്ന് അവൾ മറുപടി നൽകി. വല്ലാത്തൊരു ഭയപ്പാടിലായ പ്രഭേന്ദു ഒടുവിൽ തന്റെ സുഹൃത്ത് രൂപേഷിനെ വിളിച്ച് പ്രേതബാധ ഒഴിപ്പിക്കാനുള്ള കടുത്ത പൂജകൾ ചെയ്യിപ്പിച്ചു. ഇനി പേടിക്കണ്ട, പ്രേതം പോയി എന്ന് പറഞ്ഞ് രൂപേഷ് പോയെങ്കിലും തിരിഞ്ഞു നോക്കിയ പ്രഭേന്ദു കണ്ടത് ആ പെൺകുട്ടി വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നതാണ്. പ്രഭേന്ദു പേടിച്ച് ഓടാൻ തുടങ്ങിയപ്പോൾ അവൾ ശാന്തമായി പറഞ്ഞു, നിങ്ങൾ എത്രകാലം ഇങ്ങനെ പേടിച്ചോടും? സിനിമയിലെ പ്രേതങ്ങളെപ്പോലെ ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നിങ്ങളുടെ സഹായം വേണം. അവൾ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണെന്ന് പ്രഭേന്ദുവിന് അവളുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. ആ പ്രേതവുമായുള്ള വിചിത്രമായ സഹവാസം തുടരുന്നതിനിടയിലാണ് പ്രഭേന്ദുവിനെ തേടി ആ വലിയ വാർത്ത എത്തുന്നത്. ബോളിവുഡ് മ്യൂസിക് ഡയറക്ടർ വിരാജ് അവന്റെ ഗിത്താർ വായന നേരിട്ട് കാണാൻ വേണ്ടി വീഡിയോ കോളിൽ വരാൻ പോകുന്നു. തന്റെ ജീവിതം മാറിമറിയാൻ പോകുന്ന ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് പ്രഭേന്ദു. വിരാജ് തന്നെ നേരിട്ട് കാണാൻ വരുന്നു എന്ന വാർത്ത അറിഞ്ഞതോടെ പ്രഭേന്ദു സ്റ്റുഡിയോയിലേക്ക് എത്തുകയാണ്. എന്നാൽ അവന്റെ മനസ്സ് നിറയെ ആ പെൺകുട്ടിയെ കണ്ടതിന്റെ ഭയവും ടെൻഷനുമായിരുന്നു. സ്റ്റുഡിയോയിലെത്തിയ പ്രഭേന്ദുവിനെ വീഡിയോ കോളിലൂടെ വിരാജ് അഭിമുഖീകരിക്കുന്നു. താൻ പുതിയതായി കമ്പോസ് ചെയ്യുന്ന പാട്ടിന്റെ ട്യൂൺ വിരാജ് കേൾപ്പിച്ചു കൊടുത്തു. അതിന് അനുയോജ്യമായ രീതിയിൽ ഗിത്താർ വായിക്കാനായിരുന്നു നിർദ്ദേശം. പ്രഭേന്ദു വായിക്കാൻ തുടങ്ങിയെങ്കിലും അവന്റെ ചിന്തകൾ മുഴുവൻ ആ പ്രേതത്തെക്കുറിച്ചായിരുന്നു. അതുകൊണ്ടുതന്നെ വിരാജിന് അവന്റെ വായന ഒട്ടും തൃപ്തികരമായി തോന്നിയില്ല. ഇതല്ല എനിക്ക് വേണ്ടത്, കുറച്ചുകൂടി നല്ല രീതിയിൽ വേണം എന്ന് വിരാജ് കർശനമായി പറഞ്ഞു. പലതവണ ശ്രമിച്ചിട്ടും പ്രഭേന്ദുവിന് ആ താളം കണ്ടെത്താൻ കഴിയുന്നില്ല. ആകെ തകർന്നു നിൽക്കുന്ന പ്രഭേന്ദുവിന്റെ അടുത്തേക്ക് ആ പെൺകുട്ടിയുടെ രൂപം മെല്ലെ വന്നു. ഭയപ്പെടേണ്ടെന്നും എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും അവൾ അവന് പറഞ്ഞുകൊടുത്തു. അവൾ മൂളിയ സംഗീതത്തിനനുസരിച്ച് പ്രഭേന്ദു ഗിത്താർ സ്ട്രിങ്ങുകളിൽ വിരലോടിച്ചപ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കുകയായിരുന്നു. വിരാജ് ആവേശഭരിതനായി എഴുന്നേറ്റ് നിന്നു. ഞാൻ ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും മികച്ചത് ഇതാണ്. എന്റെ അടുത്ത സിനിമയിലെ ഗിത്താർ വായിക്കുന്നത് പ്രഭേന്ദു തന്നെയായിരിക്കും എന്ന് വിരാജ് പ്രഖ്യാപിച്ചു. ആ നിമിഷം മുതൽ പ്രഭേന്ദുവിന്റെ ഉള്ളിലെ പേടി സ്നേഹമായി മാറി. തന്നെ സഹായിച്ച ആ ആത്മാവിനെ അവൻ തന്റെ ഉറ്റ സുഹൃത്തായി സ്വീകരിച്ചു. അവൾക്ക് പേര് ഓർമ്മയില്ലാത്തതുകൊണ്ട് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ട് ഡെല്ലുലു എന്ന് പ്രഭേന്ദു അവളെ വിളിക്കാൻ തുടങ്ങി. അന്നൊരിക്കൽ ശ്രീകുട്ടന് അപകടം സംഭവിച്ചത് ഡെല്ലുലു കാരണമായിരുന്നു എന്ന് അവൾ വെളിപ്പെടുത്തി. പ്രഭേന്ദുവിനെ ഭീഷണിപ്പെടുത്തിയ ശ്രീകുട്ടനോടുള്ള ദേഷ്യം കാരണമാണ് അവൾ അവനെ ഇടിച്ചു വീഴ്ത്തിയത്. ആ കാര്യങ്ങൾ പറഞ്ഞ് അവർ ഒരുമിച്ച് ചിരിക്കുകയും തമാശകൾ പങ്കുവെക്കുകയും ചെയ്തു. തന്റെ ഭൂതകാലത്തെക്കുറിച്ച് ഡെല്ലുലുവിന് ആകെ ഓർമ്മയുള്ളത് മരിക്കുന്നതിന് തൊട്ടുമുൻപ് ആരോ തന്നോട് എസ് എന്ന് പറഞ്ഞു എന്നത് മാത്രമാണ്. ഡെല്ലുലുവിന്റെ കുടുംബത്തെയും അവൾ ആരാണെന്ന സത്യവും കണ്ടെത്താൻ പ്രഭേന്ദു തീരുമാനിച്ചു.
അവരുടെ അന്വേഷണത്തിനിടയിൽ ഡെല്ലൂലു പ്രഭേന്ദുവിനോട് ചോദിച്ചു, നീ എന്തിനാണ് നിന്റെ അച്ഛനോട് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്? തന്റെ ഉള്ളിലെ മുറിവ് അവൻ തുറന്നു പറഞ്ഞു. അവന്റെ അമ്മയ്ക്ക് ജീവനായിരുന്നു അപ്പു എന്ന നായയെ. അമ്മ മരിച്ചുകിടന്നപ്പോൾ അവസാനമായി ഒന്നു കാണാൻ അപ്പുവിനെയും കൂട്ടി വന്ന പ്രഭേന്ദുവിനെ അച്ഛൻ ആട്ടിയകറ്റുകയായിരുന്നു. അമ്മയുടെ അന്ത്യനിമിഷങ്ങളിൽ അരികിലിരിക്കാൻ പോലും അനുവദിക്കാത്ത അച്ഛനോട് തനിക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് പ്രഭേന്ദു പറഞ്ഞു. എന്നാൽ ഡെല്ലൂലു അവനെ ഉപദേശിച്ചു, പിണങ്ങുന്നതിനേക്കാൾ പ്രയാസമാണ് ആ പിണക്കം ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകുന്നത്. ഈ ചെറിയ ജീവിതത്തിൽ അച്ഛനുമായുള്ള പ്രശ്നങ്ങൾ തീർത്തു മുന്നോട്ടു പോകൂ. അതിനിടയിലാണ് ബോംബെയിൽ നിന്നും റെക്കോർഡിംഗിനായി വിരാജിന്റെ വിളി വരുന്നത്. പ്രഭേന്ദുവും ഡെല്ലൂലുവും ബോംബെയിലേക്ക് യാത്ര തിരിച്ചു. ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഡെല്ലൂലുവിന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. താൻ ബാംഗ്ലൂരിലായിരുന്നു പഠിച്ചതെന്നും ഒടുവിൽ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയ കാര്യവും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവിടെ അവരെ സഹായിക്കാൻ എത്തിയത് സാദിയ എന്ന പെൺകുട്ടിയായിരുന്നു. പ്രഭേന്ദുവിന്റെ സുഹൃത്ത് വീഡിയോ അയച്ചു കൊടുത്തിരുന്നത് സാദിയക്കായിരുന്നു. അവൾ വിരാജിന്റെ അസിസ്റ്റന്റാണ്. സാദിയ ഒരു കടുത്ത ബ്രേക്കപ്പിന്റെ വേദനയിലായിരുന്നു. അവളുടെ വിഷമം കണ്ട പ്രഭേന്ദു അവളോട് സംസാരിക്കുകയും അവളുടെ മനസ്സിനെ മാറ്റിയെടുക്കുകയും ചെയ്തു. അവർ നല്ല സുഹൃത്തുക്കളായി മാറി. സാദിയയുടെ പ്രണയകഥ കേട്ടുകൊണ്ടിരുന്ന ഡെല്ലൂലുവിന് തനിക്കും ഒരു പ്രണയമുണ്ടായിരുന്നു എന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു. ആ കാമുകനായിരിക്കുമോ തന്നോട് അവസാനം എസ് എന്ന് പറഞ്ഞത്? ആ വാക്ക് കേട്ട സന്തോഷത്തിലാണോ താൻ മരിച്ചത് എന്ന് ഡെല്ലൂലു സംശയിക്കുന്നു. തിരികെ കൊച്ചിയിലേക്ക് വരുമ്പോൾ ഫ്ലൈറ്റിൽ മുഴുവൻ പ്രഭേന്ദുവും സാദിയയും വർത്തമാനങ്ങളിൽ മുഴുകിയിരുന്നു. പിരിയുമ്പോൾ സാദിയ തന്റെ കസിന്റെ കല്യാണത്തിന് പ്രഭേന്ദുവിനെ ക്ഷണിച്ചു. പോകാൻ വലിയ താൽപ്പര്യമില്ലായിരുന്നെങ്കിലും ഡെല്ലൂലുവിന്റെ നിർബന്ധത്തിന് പ്രഭേന്ദു വഴങ്ങി. തിരികെ വീട്ടിലെത്തിയ പ്രഭേന്ദു കണ്ടത് ഹൃദയസ്പർശിയായ ഒരു കാഴ്ചയാണ്. തന്റെ അപ്പു എന്ന നായെ ശുശ്രൂഷിക്കുന്ന അച്ഛനെയായിരുന്നു അവൻ അവിടെ കണ്ടത്. അപ്പുവിന്റെ മുറിവുകളിൽ മരുന്നിട്ടു കൊടുക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ പ്രഭേന്ദുവിന് ആശ്വാസം തോന്നി. അച്ഛന്റെ കാർക്കശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ പ്രിയപ്പെട്ട അപ്പുവിനെ ഇപ്പോൾ അച്ഛനും സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. മാറ്റങ്ങൾ ഓരോന്നായി പ്രഭേന്ദുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം സാദിയയുടെ കസിൻ ബ്രദറിന്റെ വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഡെല്ലൂലുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രഭേന്ദു എത്തുകയാണ്. അവിടെ ആ സംഗീതവും നൃത്തവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ എല്ലാവരും ആനന്ദത്തിലായിരുന്നു. ആഘോഷത്തിനിടയിൽ സാദിയ പ്രഭേന്ദുവിനെ കെട്ടിപ്പിടിക്കുകയും തന്റെ പ്രണയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ദൂരെയല്ലാതെ ഇതെല്ലാം നോക്കി നിന്നിരുന്ന ഡെല്ലൂലുവിന്റെ ഉള്ളിൽ അസൂയയും സങ്കടവും പുകയുന്നുണ്ടായിരുന്നു. തിരികെ വരുന്ന വഴിയിൽ പ്രഭേന്ദു സാദിയയെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഡെല്ലൂലുവിന് നിയന്ത്രിക്കാനായില്ല. പ്രഭേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് അവൾ വിളിച്ചു പറഞ്ഞു. പ്രഭേന്ദു സ്തബ്ധനായിപ്പോയി. ഒരു മനുഷ്യനും ആത്മാവും തമ്മിലുള്ള പ്രണയം ഒരിക്കലും സാധ്യമല്ലെന്ന് അവൻ അവളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ സ്നേഹം എന്നത് ശാരീരികമായ ഒന്നല്ലെന്നും അത് മാനസികമായ ഐക്യമാണെന്നും ഡെല്ലൂലു തർക്കിച്ചു. സാദിയയെ തനിക്ക് ഇഷ്ടമാണെന്നും അവളിലൂടെയാണ് താൻ ആദ്യമായി യഥാർത്ഥ സന്തോഷം അറിഞ്ഞതെന്നും പ്രഭേന്ദു പരുഷമായി പറഞ്ഞത് ഡെല്ലൂലുവിനെ തകർത്തു കളഞ്ഞു. ആ സമയത്ത് സാദിയയുടെ കോൾ വന്നപ്പോൾ തനിക്ക് കുറച്ച് പ്രൈവസി വേണമെന്ന് പ്രഭേന്ദു പറഞ്ഞത് അവളുടെ ആത്മാവിനെ ആഴത്തിൽ മുറിപ്പെടുത്തി. ദേഷ്യവും സങ്കടവും കൊണ്ട് അവൻ ആ കാറിന്റെ വാതിൽ തുറന്ന് റോഡിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് പിന്നിൽ നിന്ന് വന്ന വണ്ടി ഇടിക്കാതെ പ്രഭേന്ദു രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. ആ ആഘാതത്തിൽ പ്രഭേന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതിനിടയിൽ ഡെല്ലൂലുവിന് തന്റെ പഴയ ജീവിതം ഓരോന്നായി ഓർമ്മ വരികയാണ്. ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സന്തോഷവതിയായ പെൺകുട്ടിയായിരുന്നു അവൾ. സ്നേഹനിധികളായ അച്ഛനും അമ്മയും ഒരു കുഞ്ഞനിയനും അടങ്ങുന്ന കുടുംബം. താൻ ബാംഗ്ലൂരിൽ വെച്ച് പ്രണയിച്ച തന്നെക്കാൾ പ്രായമുള്ള താടിയുള്ള ആ ഹിന്ദു യുവാവിനെ പ്രൊപ്പോസ് ചെയ്യാൻ അവൾ തീരുമാനിച്ചു. അച്ഛന്റെ ടീ ഫാക്ടറിയിലേക്ക് അവനെ ക്ഷണിച്ചെങ്കിലും അവൻ വരുന്നില്ല എന്ന് മെസ്സേജ് അയച്ചു. ആ സങ്കടത്തിൽ റോഡിലേക്ക് ശ്രദ്ധിക്കാതെ ഇറങ്ങിയ അവളെ ഒരു കാറിടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുമ്പോൾ അവൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. അവളുടെ കുഞ്ഞനിയനെ വെന്റിലേറ്ററിന് അരികിലേക്ക് അച്ഛൻ വിളിച്ചുകൊണ്ടുവന്നു. നീ ഒരു യെസ് പറഞ്ഞാൽ ചേച്ചിക്ക് ഈ വേദനയിൽ നിന്ന് മോചനം കിട്ടും എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ സങ്കടത്തോടെ ആ അനിയൻ യെസ് പറഞ്ഞു. ആ അനിയൻ മറ്റാരുമല്ലായിരുന്നു, പ്രഭേന്ദു ആദ്യം ചികിത്സിച്ച വക്കീലിന്റെ മകൻ അവിനാശിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അവളുടെ ആത്മാവ് അവിനാശിനെ പിന്തുടർന്നതും പിന്നീട് പ്രഭേന്ദുവിലേക്ക് എത്തിയതും. എന്റെ പേര് മായ മാത്യൂസ് എന്ന് കണ്ണുനീരോടെ അവൾ വെളിപ്പെടുത്തി. താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം അവളുടെ ഭൂമിയിലെ നിയോഗം പൂർത്തിയായി. പ്രഭേന്ദുവിന്റെ കൺമുന്നിൽ നിന്നും ആ രൂപം മെല്ലെ മാഞ്ഞുപോയി. മായ പോയതോടെ പ്രഭേന്ദുവിന്റെ ജീവിതം വീണ്ടും ശൂന്യമായി. തന്റെ വിഷമം അവൻ വല്യച്ഛനോട് പങ്കുവച്ചു. ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ അവൾ പ്രണയിച്ച ആളെ കണ്ടെത്തണമെന്ന് വല്യച്ഛൻ ഉപദേശിച്ചു. അടുത്ത ദിവസം മായയുടെ വീട്ടിലെത്തിയ പ്രഭേന്ദു അവിടെ അവളുടെ അമ്മയെ കാണുന്നു. മായയുടെ മരണശേഷം തകർന്നുപോയ ആ കുടുംബം ഓരോരുത്തരായി ജീവിതത്തിലേക്ക് മടങ്ങിവരികയാണെന്ന് അമ്മ പറഞ്ഞു. ചുമരിലെ മായയുടെ വലിയ ചിത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പ്രഭേന്ദുവിന്റെ ഉള്ളിൽ സങ്കടം ഇരമ്പുകയായിരുന്നു. നിങ്ങളാണോ മായയെ സ്നേഹിച്ചിരുന്നത് എന്ന അമ്മയുടെ ചോദ്യത്തിന് അതെ എന്ന് ഉറച്ച സ്വരത്തിൽ മറുപടി നൽകി അവൻ ആ പടിയിറങ്ങി. മുറ്റത്തിറങ്ങിയപ്പോൾ വീശിയടിച്ച തണുത്ത കാറ്റിൽ മായയുടെ സാന്നിധ്യം അവൻ ഒരിക്കൽ കൂടി അനുഭവിച്ചു. ഒരു വലിയ പ്രണയത്തിന്റെയും വേർപാടിന്റെയും ഓർമ്മകൾ ബാക്കിയാക്കി ആ കാറ്റ് നിലച്ചു. ഹൃദയസ്പർശിയായ ഈ പ്രണയകഥ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ കഥകൾക്കായി നമ്മുടെ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ.
അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.